ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് പെരിയാർ. പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ. പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്റർ, 151.6 മൈൽ. പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മലകൾ, തമിഴ്നാട്. അപ്പം കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഒക്കെ പെരിയാറാണ്. പെരിയാറിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ. പെരിയാർ നദിയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ്. പ്രാചീന കാലത്ത് പെരിയാർ അറിയപ്പെട്ടിരുന്നത് ചൂർണി. ഏത് പ്രാചീന ഗ്രന്ഥത്തിലാണ് പെരിയാറിനെ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത്? അർത്ഥശാസ്ത്രം. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. അപ്പോൾ പ്രാചീന കാലത്ത് പെരിയാർ അറിയപ്പെട്ടിരുന്നത് ചൂർണി. ഏത് പ്രാചീന ഗ്രന്ഥത്തിലാണ് പെരിയാറിനെ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത്? അർത്ഥശാസ്ത്രം. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ: കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴയാർ, പെരിഞ്ചാൻകുട്ടിയാർ, പെരുതുറയാർ, ചെറുതോണിയാർ, ഇടമലയാർ, തൊട്ടിയാർ. അപ്പോൾ പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴയാർ, പെരിഞ്ചാൻകുട്ടിയാർ, പെരുതുറയാർ, ചെറുതോണിയാർ, ഇടമലയാർ, തൊട്ടിയാർ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ആദിശങ്കരകീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. അപ്പോൾ ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ. പെരിയാറിൻ്റെ പതനസ്ഥലം വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ. സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ. പെരിയാറിൻ്റെ പതനസ്ഥലം വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം ആലുവ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 മലയാള മാസം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം. അപ്പോൾ മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം ആലുവ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 മലയാള മാസം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് 99 വെള്ളപ്പൊക്കം. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം കൊച്ചി തുറമുഖം.
തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് തടസ്സമായത് പെരിയാർ നദിയിലെ വെള്ളപ്പൊക്കമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്. ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. അപ്പോൾ 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം കൊച്ചി തുറമുഖം. തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് തടസ്സമായത് പെരിയാർ നദിയിലെ വെള്ളപ്പൊക്കമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്. ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ: 1. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ. 2. തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്തത് പെരിയാറിൻ്റെ തീരത്തുള്ളവ: 1. മലയാറ്റൂർ പള്ളി. 2. ആലുവ അദ്വൈതാശ്രമം. 3. പെരിയാർ വന്യജീവി സങ്കേതം. 4. കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. 5. ആലുവ പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ: 1. തേക്കടി വന്യജീവി സങ്കേതം. 2. തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാറിൻ്റെ തീരത്തുള്ളവ: മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈതാശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം, ആലുവ പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ: മുല്ലപ്പെരിയാർ ഡാം, ഭൂതാൻകെട്ട്, കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ഇരട്ടയാർ ഡാം, ലോവർ പെരിയാർ, ഇടമലയാർ ഡാം, ചെങ്കുള ഡാം, ആനയിറങ്കൽ ഡാം, പൊന്മുടി ഡാം. അപ്പോൾ പ്രധാനപ്പെട്ട പെരിയാറിലെ അണക്കെട്ടുകൾ: പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻകെട്ട്, കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ഇരട്ടയാർ ഡാം, ലോവർ പെരിയാർ, ഇടമലയാർ ഡാം, ചെങ്കുള ഡാം, ആനയിറങ്കൽ ഡാം, പൊന്മുടി ഡാം. കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം 40. കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം 4. മീഡിയം നദികൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഖനന പ്രദേശമായ പട്ടണം എറണാകുളം എന്ന സ്ഥലം നിലനിന്നിരുന്ന നദീതീരം പെരിയാർ. അപ്പോൾ കേരളത്തിലെ ആകെ മൈനർ നദികളുടെ എണ്ണം 40. കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം 4. മീഡിയം നദികൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഖനന പ്രദേശമായ പട്ടണം എന്ന സ്ഥലം നിലനിന്നിരുന്ന നദീതീരം പെരിയാർ. മുൻവർഷ ചോദ്യങ്ങളിലൂടെ: കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻസ്: കുറ്റ്യാടി, ശബരിഗിരി, ബ്രഹ്മപുരം, പള്ളിവാസൽ. ആൻസർ ഓപ്ഷൻ ഡി, പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻസ്: കുന്തിപ്പുഴ, പമ്പ, മുതിരപ്പുഴ, ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ സി, മുതിരപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: നേര്യമംഗലം, കല്ലട, ഇടുക്കി, കുറ്റ്യാടി. ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഓപ്ഷൻസ്: 740 മെഗാവാട്ട്, 750 മെഗാവാട്ട്, 800 മെഗാവാട്ട്, 780 മെഗാവാട്ട്. ആൻസർ ഓപ്ഷൻ ഡി, 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻസ്: കക്കാട്, മണിയാർ, കുറ്റ്യാടി, ഇടുക്കി. ആൻസർ ഓപ്ഷൻ ബി, മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം. ഓപ്ഷൻസ്: ഇംഗ്ലണ്ട്, റഷ്യ, കാനഡ, ജപ്പാൻ. ആൻസർ ഓപ്ഷൻ സി, കാനഡ. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? ഓപ്ഷൻസ്: പമ്പ, ചാലക്കുടിപ്പുഴ, ഭാരതപ്പുഴ, പെരിയാർ. ആൻസർ ഓപ്ഷൻ ഡി, പെരിയാർ.